ഒരു ചലഞ്ച് എടുക്കാൻ പറ്റുമോ? പിന്നെന്താ, ആരെങ്കിലും മോനെ അല്ലല്ല, എനിക്ക് ഇയാളുടെ 500 വേണം. വാ, നീ കൂടെ വാ. ഇവിടെ ഒരു കാര്യം ചെയ്യണം മോനെ, ഒരു ലെഫ്റ്റിൽ നിൽക്കൂ. ഞാൻ നിനക്ക് 500 തിരിച്ചു തന്നു, കുഴപ്പമില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഒരു സെക്കൻഡ് അങ്ങ് ലെഫ്റ്റ് സൈഡിൽ വരും. ഞാനൊരു കാര്യം കാണിച്ചു, ഇവിടെ വരും പ്ലീസ്. നീ 500 പോക്കറ്റിലിട്. ഇതൊരു ട്രിക്ക് കണ്ടാൽ മതി. ഇറ്റ്സ് എ ട്രിക്ക്. അഗൈൻ ഒരു എനർജി നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെയല്ല, വിശ്വസിക്കാത്തവരെ ഒരു എനർജി ഇല്ലെന്നേ അതൊക്കെ പറയുന്നതല്ലേ. വിശ്വസിക്കാത്ത ആൾക്കാരെ വിശ്വസിക്കാൻ ചില ഗിമിക്കുകളൊക്കെ കാണിക്കാമെന്നാണ് കൃഷ്ണൻ പോലും പറഞ്ഞിട്ടുള്ളത്. അഗൈൻ അല്ല, ബേസിക്കലി നിങ്ങളുടെ ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. അതല്ലേ എന്താണെന്നറിയോ, സയൻസ് ഉണ്ട് ഇതിന്. സയൻസ് എന്ന് പറയുന്നതിനേക്കാളും നല്ല ഇപ്പൊ മാജിക് അല്ലെങ്കിൽ ഇല്യൂഷൻ എന്ന് പറയുന്ന ആർട്ട് ഒരു സയൻസ് ആണെങ്കിൽ ഇത് സയൻസ് തന്നെയാണ്. പക്ഷെ എനിക്കാരും മിസ്ലീഡ് ചെയ്യാൻ ഉദ്ദേശമില്ല. ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു 15ാമത്തെ വയസ്സിൽ നമ്മളിങ്ങനെ എല്ലാവരോടും പറയും ഇങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവി, ഇതിനൊക്കെ ഒരു എന്തായിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ ആരും വിശ്വസിക്കില്ല, കാരണം നമ്മുടെ പ്രായം വളരെ ചെറുതാണ്. മുതിർന്നവരുടെ സദസ്സിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ നീ ഇപ്പോൾ ഏതൊക്കെ ഉണ്ട്, എനിക്കറിയാവുന്ന ആർക്കും അറിയാവുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെയാണല്ലോ കഥ. അപ്പോൾ അവരുടെ അറ്റൻഷൻ കിട്ടാൻ അവർ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാൻ ഉണ്ടാക്കിയ കാരണം നമ്മൾ പറയുന്ന ഒരു പോയിന്റ് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ വേണം. എക്സാക്ട്ലി അല്ലേ? അത് ഭയങ്കര ഹെൽപ്പായിരിക്കുള്ളൂ.